ട്രിവാൻഡ്രത്ത് അന്തിയൂർക്കോണം എന്ന സ്ഥലത്ത് നമുക്ക് ഒരു ലക്ഷറി വീട് നമുക്കൊരു സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഒരു അരമണിക്കൂറൊക്കെ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റും. അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഒരു 300 മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. മലയങ്കേഴി ജംഗ്ഷനിൽ നിന്ന് നമുക്കൊരു 2 കിലോമീറ്റർ ആണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ലക്ഷറി വീടിൻ്റെ ഡീറ്റെയിൽസാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു വീട് 3 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. 4 സെൻറ്റിൽ 1700 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിയെടുപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് ബാക്കി 2 ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് പുറമേ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പ്രൊഫൈൽസ് ആൻഡ് ലൈറ്റിങ് കൊടുത്ത് സ്പോട്ട് ലൈറ്റ് കൊടുത്ത് ഫ്രണ്ടെല്ലാം നമുക്ക് നല്ലതായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഡിസൈൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ ഫുള്ള് തന്നെ വില്ല കമ്മ്യൂണിറ്റിയാണ്. അത് ഫുള്ള് നമുക്ക് കണ്ടോ ആൾക്കാർ താമസമുള്ളതാണ്. ഫുള്ള് ഇനി ഒരു 2-3 വീടൊക്കെ മാത്രമേ നമുക്കിവിടെ ഇനി സെയിലിനായിട്ടുള്ളത്. ബാക്കിയെല്ലാം തന്നെ ആൾ താമസമുള്ള വീടാണ്. പിന്നെ നമുക്ക് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ഗേറ്റാണ് അവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി അത് തുറന്ന് നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ തറ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ടോ. ഒരു 2 കാറ് നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഒരു കാർ നമുക്കിത് ഇവിടെ ഇങ്ങനെ ഇടാം, പിന്നെ അത് ഇപ്പുറത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ, അപ്പോൾ നമുക്ക് 2 കാറ് സുഖമായിട്ട് പാർക്ക് ചെയ്യാം. കൂടാതെ നമുക്കിവിടെ ഒരു കാർ പോച്ച് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇലക്ട്രിക് വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാനുള്ള സ്പോട്ടൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടോ. അപ്പം അങ്ങനെ ഇവിടെ ഫ്രണ്ടിൽ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ കിണറും പൈപ്പ് കണക്ഷനും നമുക്കുണ്ട്. ഇവിടെ കിണർ ഈ ഭാഗത്താണ് നമുക്കൊരു കിണർ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ സിറ്റ് ഔട്ട് നോക്കാം. 14x6 ഡയമെൻഷനുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. 14x6 ഡയമെൻഷനുള്ള സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് ഇത് എൻട്രൻസ് ഡോർ ഇതാണ് വരുന്നത്. ഫുള്ളും തന്നെ തേക്കിൽ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഡോറ് ഫുള്ള് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഡോറ് കണ്ടോ, കട്ടള വരുന്ന ടൈപ്പാണ് നമുക്കിവിടെ ഡോറ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നല്ല ഒരു വൈഡായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ഇതാ കാണാൻ സാധിക്കും. ഇവിടെയാണ് ലിവിങ് ഏരിയ വരുന്നത്. ഇവിടെ ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. വാഷിംഗ് ഏരിയ ഇതോ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ കിച്ചൺ ഈ ഭാഗത്താണ് കിച്ചൺ വരുന്നത്. കണ്ടോ, ഒതുങ്ങിയ ഒരു ടൈപ്പാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത്. പിന്നെ അത് ഇവിടെ ആയിട്ട് ഒരു വലിയൊരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ വീടിൻ്റെ വിശേഷം വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയ തൊട്ട് തുടങ്ങാം. അപ്പോൾ ഈ ഒരു ലിവിങ് ഏരിയ നമുക്ക് 18x14 ഡയമെൻഷനുള്ള ഒരു ലിവിങ് ഏരിയയാണ്. നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മുകളിൽ ഇവിടെ നമുക്ക് പ്രൊഫൈൽസ് ആൻഡ് ലൈറ്റിങ് സ്പോട്ട് ലൈറ്റൊക്കെയാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അല്ലാതെ ഇവിടെ ഫാൻസി ലൈറ്റുകളും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് കണ്ടോ ബോർഡ് വർക്കിൽ നമുക്കിവിടെ PVC പാനൽ കൊടുത്തിട്ടാണ് ഇവിടെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ഇത് TV യൂണിറ്റ് ആണ് നമുക്കിവിടെ വരുന്നത്. അത്യാവശ്യം വലിയ TV വരെ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. താഴെ ഇവിടെയും സ്റ്റോറേജ് സ്പേസ് ഒക്കെ എവിടെയും കാണാൻ സാധിക്കും. ഇപ്പോൾ നല്ല വൈഡായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ഫ്രണ്ടിൽ കാണാൻ സാധിക്കുന്നത്. ഇത് ഇവിടെ ആയിട്ട് നമുക്കൊരു വാൾ ആർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു വാൾ ആർട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമുക്ക് ഇനി ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഡൈനിങ് സ്പേസ് ഒക്കെ നമുക്ക് നല്ല ഏരിയ ഉണ്ടോ, ഇവിടെയൊക്കെ നല്ല ഏരിയ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെയും ഒരു വാൾ ആർട്ട് പോലെ സംഭവം ചെയ്തിട്ടുണ്ടോ ചുമലിൽ. പിന്നെ ഇവിടെ ആയിട്ടാണ് നമുക്ക് വാഷിംഗ് ഏരിയ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ഫാൻസി മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ നമുക്ക് വാഷിംഗ് ഏരിയ വരുന്നത്. കണ്ടോ, സിങ്കും താഴെ ഒരു സ്റ്റോറേജ് സ്പേസ് എവിടെയും വരുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ സ്റ്റോറേജ് സ്പേസ് വരുന്നത്. ഇനിയുള്ളത് നമുക്ക് ഇവിടുത്തെ കിച്ചണാണ്. നമുക്ക് ഈ ഭാഗത്താണ് കിച്ചൺ വരുന്നത്. കയറുന്ന ഈ ഭാഗത്ത് അവിടെ കുറച്ച് ഫാൻസി ലൈറ്റ് കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൻ്റെ വിശേഷം നോക്കാം. അപ്പോൾ നമുക്ക് അകത്തോട്ട് വരുമ്പോഴത്തേക്ക് 12x12 ഡയമെൻഷനുള്ള ഒരു കിച്ചനാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ തറയിൽ ഗ്രിപ്പിംഗ് ടൈലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ കിച്ചണിൽ നമുക്ക് മെറ്റീരിയൽ ഫുള്ളും തന്നെ ബോർഡ് വർക്കിലാണ് ചെയ്തിട്ടുള്ളത്. ബോർഡ് വർക്കിൽ ലാമിനേറ്റ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഈ ഒരു കിച്ചൻ്റെ യൂണിറ്റ് ഫുള്ള് വരുന്നത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കളർ കോമ്പിനേഷനാണ് നമുക്കിവിടെ കിച്ചൺ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഇവിടെ ആയിട്ടാണ് നമുക്ക് സിങ്ക് വരുന്നത്. അപ്പോൾ നല്ലൊരു സിങ്ക് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ മുകളിൽ ഇവിടെ പ്രൊഫൈൽസ് ആൻഡ് ലൈറ്റിംഗ് ആണ് ഇവിടെ കിച്ചണിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇനി കിച്ചണിലെ വിശേഷം വരുന്നത്. ഇനി നമുക്ക് നേരെ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണുള്ളത്. അത് നമുക്കിത് ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ വിഷയം കാണാം. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് വരുന്നത് 14x12 ഡയമെൻഷനുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ വരുന്നത്. കണ്ടോ, ടൈലിംഗ് എല്ലാം നമുക്ക് ഇതാണ് സെയിമാണ് വരുന്നത്. ഇവിടെ ഒരു വാളാർട്ട് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു വാളാർട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിൽ പ്രൊഫൈൽസ് ആൻഡ് ലൈറ്റിംഗ് സ്പോട്ട് ലൈറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. അത് ഇവിടെ ആയിട്ട് ഒരു 3 ഡോർ വരുന്ന വാർഡ്രോബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നടുക്കൊരു മിററൊക്കെ വരുന്നുണ്ട്.
ഒരു വുഡൻ ഫിനിഷിങ്ങിലുള്ള ഒരു വാർഡ്രോബാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ ആയിട്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. PVC ഡോറാണ് അത് അവിടെ കൊടുത്തിട്ടുള്ളത്. അകത്ത് നമുക്കിവിടെ ഗ്രിപ്പിംഗ് ടൈല് തന്നെ തറയിൽ ഇട്ടിട്ടുണ്ട്. പ്രീമിയം ലുക്ക് കിട്ടുന്ന ടൈലാണ് അത് അവിടെ എല്ലാം കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഒരു ട്യൂബും അവിടെ ഒരു നിറവൊക്കെ കൊടുത്തിട്ടുണ്ട്. സിങ്ക് വരുന്നുണ്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ മുകളിലോട്ട് നമുക്ക് കയറി കാണാം. നമുക്കിപ്പം മുകളിലാണ് ബാക്കി 2 ബെഡ്റൂം വരുന്നത്. നമുക്ക് ഈ കാണുന്ന ടൈല് ആണ് നമുക്കിവിടെ മുകളിലോട്ട് സ്റ്റെയറിൽ ചെയ്തിട്ടുള്ളത്. നമുക്ക് സൈഡിലായിട്ട് ഹാൻഡിൽസ് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, പോളിഷ് ചെയ്തിട്ടിട്ടുണ്ട്, വുഡിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് മുകളിലോട്ടുള്ള കാഴ്ച കാണാം. അതവിടെ സൈഡിലായിട്ട് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ മുകളിൽ എത്തുമ്പോഴത്തേക്കും ഇവിടെ നമുക്കൊരു ലിവിങ് ഏരിയ കാണാൻ സമയം 18x16 ഡയമെൻഷനുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇവിടെ ആയിട്ട് നമുക്കൊരു TV യൂണിറ്റ് വയ്ക്കാൻ വേണ്ടിയുള്ള സ്പേസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഒരു വാൾ ആർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മുകളിൽ നമുക്കിവിടെയും പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് തന്നെ സീലിങ്ങിൽ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെയർ ഏരിയയാണ് നമ്മൾ മുകളിലോട്ട് വന്നത്. ഇവിടെ നമുക്ക് ഇത്രയും വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ഉണ്ട്. പിന്നെ നമുക്കിവിടെ 2 ബെഡ്റൂം ഇതാണ്. ഇവിടെ ഒരു ബെഡ്റൂമും ഇപ്പുറത്തെ ബെഡ്റൂമും 2 ബെഡ്റൂം ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇതാണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി, ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ നമുക്ക് മുകളിലോട്ട് കയറാൻ വേണ്ടിയുള്ള ഒരു ബാൽക്കണി ഈ ഭാഗത്തും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂമാണ്. നമുക്ക് ഈ ഭാഗത്താണ് ആദ്യം ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 14x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഭാഗത്ത് വരുന്നത്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് സീലിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിൻഡോ ഈ ഭാഗത്താണ് വരുന്നത്. ഇവിടെയായിട്ട് ഒരു 3 ഡോർ വരുന്ന ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ തന്നെ ബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ടിപ്പിംഗ് ടൈൽ ഇട്ടിട്ടുണ്ട്. നല്ല സ്പേസ് ഉള്ള ഒരു ബാത്റൂം തന്നെയാണ്. കണ്ടോ, ഫുള്ള് മെറ്റീരിയൽ എല്ലാം തന്നെ ഇപ്പോൾ ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് ഫുള്ള് ചെയ്തിട്ടുള്ളത്. ടൈൽ ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഇവിടെ ആയിട്ടാണ് അടുത്ത രണ്ടാമത്തെ ഒരു ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂമും നമുക്ക് 14x12 ഡയമെൻഷനുള്ളത്. അപ്പോൾ ഇവിടെ മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേറൊരു പ്രത്യേകത ഉണ്ടോ, ഇവിടുത്തെ വിൻഡോ ഉണ്ടോ, ഫുള്ള് ഗ്ലാസ്സിലാണ് ഇട്ടിട്ടുള്ളത്. നമുക്കിവിടെ നിന്ന് താഴോട്ട് ഉള്ള വീടുകളായാലും നമുക്ക് നല്ല വ്യൂ കാണാൻ സാധിക്കുന്നില്ല. നമുക്കിവിടെ കർട്ടൻ ഇട്ടുവാണെങ്കിൽ നമുക്കിത് മറയ്ക്കാനൊക്കെ പറ്റും. അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സൈഡിലായിട്ട് വേറൊരു വിൻഡോ വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ വാർഡ്രോബ് ഇതാണ് വരുന്നത്. സെയിം അപ്പുറത്തെ ഉണ്ട് അതേ ടൈപ്പ് വാർഡ്രോബ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം PVC ഡോർ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. തറയിൽ ഗ്രിപ്പിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയാണ്. ഈ ഭാഗത്താണ് നമുക്കിവിടെ ബാൽക്കണി വരുന്നത്. അപ്പോൾ ഈ ഒരു ബാൽക്കണി 12x4 ഡയമെൻഷനുള്ള ഒരു ബാൽക്കണിയാണ് ഈ ഭാഗത്ത് വരുന്നത്. മുകളിൽ അവിടെ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് സൈഡിലായിട്ട് ഗ്ലാഡിങ് സ്റ്റോണാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഗ്ലാഡിങ് സ്റ്റോൺ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബാൽക്കണി നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. 12x4 ഡയമെൻഷനിലാണ് നമുക്കിവിടുത്തെ ബാൽക്കണി വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഈ പുറകുവശത്ത് ഈ ഭാഗത്തായിട്ട് നമുക്കിവിടെ ഒരു ഓപ്പൺ ടെറസിലോട്ട് പോകുന്ന ഒരു വഴി കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമുക്കിവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ആസ്കിങ് പ്രൈസ് വരുന്നത് നമുക്ക് 65 ലക്ഷമാണ്. അത് തീർത്തും നെഗോഷ്യബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ഹോം ലോണിനാണ് വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഹോം ലോൺ അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന വീഡിയോ അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ലോ ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ള വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ട്രിവാൻഡ്രത്ത് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള വീട് തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ലക്ഷറി വീട് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് വരിക. അപ്പോൾ ഇതുപോലെയുള്ള വീടിൻ്റെ വിശേഷങ്ങൾ അറിയാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കിട്ടുന്നു വരാം. എല്ലാവർക്കും നന്ദി.